മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഒരു സ്വതന്ത്ര വിഹാരം മോദിക്ക് ഇത്തവണ ഉണ്ടാവാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. കാരണം ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും സാന്നിധ്യം അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുമുണ്ട്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ കിങ് മേക്കറാകുന്നത് ചന്ദ്രബാബു നായിഡു തന്നെയാണ്. ഇന്നത്തെ കാര്യത്തിൽ കിങ് മേക്കറാകുന്ന ചന്ദ്രബാബു നായിഡു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണെങ്കിലും BJPക്ക് ഇത്തവണ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. ഏതാണ്ട് NDA സഖ്യം പൂർണ്ണമായും ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഭരണം സുഗമമായി മുന്നോട്ട് പോവുകയുള്ളൂ. അമിത്ഷായും മോദിയും തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അമിത്ഷായും മോദിയും മാത്രം തീരുമാനിക്കുന്ന, അവർ മാത്രം എടുക്കുന്ന നിലപാടുകളുമായി ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഭരണത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. അതിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ഒക്കെ സാന്നിധ്യം സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. ആ ഭരണപക്ഷത്ത് തന്നെ കൃത്യമായ രീതിയിൽ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കഴിവുള്ള, മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അടിത്തടകൾ മുഴുവൻ പയറ്റിത്തെളിഞ്ഞ രണ്ട് കൂട്ടരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. എന്തായാലും ചന്ദ്രബാബു നായിഡു തൻ്റെ ഈ സാന്നിധ്യം, കിങ് മേക്കർ എന്നുള്ള ആ ഒരു ലേബൽ ഇന്നോ ഇന്നലെയോ നേടിയെടുത്തതൊന്നല്ല, മറിച്ച് ആദ്യത്തെ വാജ്പേയി സർക്കാർ അല്ലെങ്കിൽ ഒന്നാമത്തെ വാജ്പേയി സർക്കാർ രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ നിലയ്ക്ക് അറിയിച്ചിട്ടുണ്ട്. പുതിയ ആന്ധ്രാപ്രദേശിൻ്റെ ശില്പി എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹത്തെ വാഴ്ത്തുന്നുമുണ്ട്. അത് ഏറെക്കുറെ അങ്ങനെയാണ് താനും. ചാരത്തിൽ നിന്നും ഉയർന്നു പറന്ന ഒരു ഫിനിക്സ് പക്ഷിയുടെ അതേ രീതിയിൽ തന്നെ നമുക്ക് ചന്ദ്രബാബു നായിഡുവിനെ കൃത്യമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം അദ്ദേഹം കടന്നു വന്നിട്ടുള്ള വഴികൾ ആ നിലയ്ക്ക് തന്നെയായിരുന്നു. ജയിലിൽ അദ്ദേഹത്തെ അടയ്ക്കുന്ന ഘട്ടത്തിൽ TDPയുടെയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെയും രാഷ്ട്രീയ ഭാവി ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു എന്ന് കരുതിയിടുന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉയർന്നു പറന്ന് താൻ വീണ്ടും ആ കിങ് മേക്കർ ആണ് എന്നുള്ള നിലയിലേക്ക് തന്നെ അദ്ദേഹം തൻ്റെ നില അല്ലെങ്കിൽ തൻ്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നത്. എന്തായാലും ഈ വിജയത്തോടു കൂടി തന്നെ ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വലിയ രീതിയിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വരും സമയങ്ങളിൽ ഈ സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അദ്ദേഹം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നുള്ള ഈ ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള വലിയ കുതിച്ചുചാട്ടം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ നേട്ടമായി തന്നെ അതിനെ കണക്കാക്കുന്നുമുണ്ട്. എന്തായാലും ഇത്തവണത്തെ NDA സർക്കാരിൻ്റെ ഭരണം, അതിൻ്റെ മികവ് എന്ന് പറയുന്നത് ചന്ദ്രബാബു നായിഡു എന്ന കിങ് മേക്കറുടെ കൂടി അല്ലെങ്കിൽ സാന്നിധ്യം, അതിന് ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇല്ലാത്ത നിലയിൽ പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി വാക്കുകൾ പരിഗണിക്കാതെ, അദ്ദേഹത്തിൻ്റെ കൂടി തീരുമാനങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ ഈ പുതിയ NDA സർക്കാരിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷം ഒരു ഭാഗത്ത് ശക്തമായി തന്നെ ഈ ഒരു ഭരണത്തെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ഭരണപക്ഷത്ത് തന്നെ പ്രതിപക്ഷമായി നിൽക്കാൻ കഴിയുന്ന കെൽപ്പുള്ള രണ്ടു പേരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. അതുതന്നെയാണ് ഈ ഇന്ത്യയുടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലെ ഭരണം, ഇത് പുതിയ ഭരണം അത് എത്രമാത്രം മനോഹരമായിരിക്കും, എത്രമാത്രം വിമർശനങ്ങൾക്ക് അതീതമായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് മോദിയുടെയും അമിത്ഷായുടെയും മാത്രം തീരുമാനങ്ങൾക്ക് ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുന്നത് ഈ രണ്ട് വ്യക്തികളുടെ സാന്നിധ്യം തന്നെയാണ്.